ടാക്സ് റിലീഫ് കാര്യമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇതൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യേണ്ട കേരള കമ്പനീസ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ്. നമ്മൾ കൂടുതൽ ഫോക്കസ് ഡിഫൻസ് ഏരിയയിലുണ്ടാവും. 2025 ബെസ്റ്റ് പെർഫോമിംഗ് ഇൻഡെക്സ് വാസ് PSU ബാങ്ക്സ്. ഞാനൊരു 30 കൊല്ലം മുമ്പുള്ള കാര്യം പറയാം. ട്രേഡിങ്ങിലൂടെ, സ്പെക്കുലേഷനിലൂടെ അല്ല വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവുന്നത്. വെൽക്കം ടു Geojit Spotlight. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബജറ്റിൽ ഓഹരി വിപണി നിക്ഷേപകർക്ക് അനുകൂലമായ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കും? ബജറ്റ് എങ്ങനെയായിരിക്കും വിപണികളെ സ്വാധീനിക്കുക? നിക്ഷേപകർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്ത് നിക്ഷേപ തന്ത്രമാണ് കൈക്കൊള്ളേണ്ടത്? ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജിത്ത് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് Dr.V.K Vijayakumar നമ്മോടൊപ്പം ചേരും. വെൽക്കം സർ. താങ്ക് യു അഭിലാഷ്. സർ, കഴിഞ്ഞ ബജറ്റിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ വർധന വരുത്തിയിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നിക്ഷേപകർക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ടാക്സ് റിലീഫ് കാര്യമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു ടാക്സ് റവന്യൂ ടാർഗറ്റിൽ 3 ലക്ഷം കോടി രൂപയുടെ ഏകദേശം കമ്മിയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് ഡോക്യുമെൻറ്റ്സിൽ 42.7 ലക്ഷം കോടിയാണ് ടോട്ടൽ ടാക്സ് റവന്യൂ റിസീപ്റ്റ്സ് ബജറ്റ് ചെയ്തിരുന്നത്. അതിൽ 3 ലക്ഷം കോടി രൂപയുടെ കമ്മി ഉണ്ടാവുന്നതാണ് ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ്സ്. കാരണം GSTയിൽ വലിയ ഇളവാണ് നൽകിയത്. പിന്നെ കോർപ്പറേറ്റ് പ്രോഫിറ്റബിലിറ്റിയിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഗ്രോത്ത് ഇല്ലാത്തത് കാരണം കോർപ്പറേറ്റ് ടാക്സ് കളക്ഷൻസും കുറവാണ്. അതുകൊണ്ട് ഒരു 3 ലക്ഷം കോടി രൂപയുടെ ടാക്സ് റവന്യൂ ഗ്രോത്തിലൊരു കമ്മി ഉണ്ടാവുമ്പോൾ നമ്മുടെ 4.4% എന്നുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള ഫിസ്ക്കൽ കൺസോളിഡേഷനും ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വലിയൊരു ടാക്സ് റിലീസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇനി അതിലിപ്പോൾ ഒരു മുഖവരയായിട്ട് ഞാൻ ബ്രോഡായിട്ടുള്ള ഒരു ചിത്രം പറഞ്ഞതാണ്. ഇനി ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ പറയുകയാണെങ്കിൽ ശരിയാണ്, കഴിഞ്ഞ വർഷം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 12.5% വർദ്ധിച്ചു, 10% ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസും 20% ആണ്. അത് കൂടുതലാണെന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് ശരിയാണ്. പക്ഷേ ഈ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 12.5% വർദ്ധിപ്പതിനെ കുറിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ അടുത്തും റവന്യൂ ഒഫീഷ്യൽസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ മറുപടി അത് ഈ ഒരു 2.5% വർധനവ് എന്ന് പറഞ്ഞാൽ അതിന് വർധനവായിട്ട് കാണണ്ട, അതൊരു റാഷണലൈസേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ഇപ്പോൾ 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂണിഫോം അക്രോസ് ഓൾ അസറ്റ് ക്ലാസസ്. സ്റ്റോക്സിനും സ്റ്റോക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് എല്ലാത്തിനും അക്രോസ് അസറ്റ് ക്ലാസസ് 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ്. അത് ദിസ് ഇസ് പാർട്ട് ഓഫ് ദ പോളിസി ഓഫ് റാഷണലൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ ടാക്സ് സ്ട്രക്ചർ. ഇപ്പോൾ ടാക്സിലുള്ള ഒരുപാട് കോംപ്ലക്സിറ്റി ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അതാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗോയിങ് ബാക്ക് ഓൺ ദാറ്റ് ഇൻ ദ വെരി നെക്സ്റ്റ് ഇയർ ഈസ് വെരി അൺലൈക്ലി. എങ്കിലും നേരത്തെ അഭിലാഷ് തന്നെ ചോദിച്ച പോലെ ചെറുതായിട്ടുള്ള റിലീഫ് ഒരു പക്ഷേ ഉണ്ടായേക്കാം. അത് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് ആ ടാക്സ് കിക്കിൻ ചെയ്യാൻ 1.25 lakhs ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് എക്സംഷൻ, ആ 1.25 lakhs എക്സംഷൻ സ്വല്പം ഒന്ന് വർദ്ധിപ്പിച്ചിട്ട് ഒരു റിലീഫ് നൽകാനുള്ള ഒരു സാധ്യത റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ബ്രോഡ്ലി ഇറ്റ് വുഡ് ബി അൺറിയലിസ്റ്റിക് ടു എക്സ്പെക്ട് മേജർ ടാക്സ് റിലീസ് ഫ്രം ദ ബജറ്റ് ദിസ് ഇയർ. സർ, ഇതോടനുബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇൻകം ടാക്സ് സ്ലാബിലുള്ള ഒരു ഇളവ്. അത് കഴിഞ്ഞ തവണ വരുത്തി. ഇത്തവണ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ? അതിനും സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ വർഷത്തിൽ ഗവൺമെൻറ് വലിയൊരു ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് പോളിസീൻ്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സിൽ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ഇളവ് നൽകിയത്. അത് ഇൻകം ടാക്സ് റിലീഫ് മാത്രമായിരുന്നില്ല, ഗ്രോത്ത് സ്റ്റിമുലൻ്റ് ആയിട്ടാണ് അതിനെ കണ്ടിരുന്നത്. അങ്ങനെ ജനങ്ങളുടെ കയ്യിലുള്ള പണം, ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിപ്പിച്ച്, ഡിമാൻഡ് വർദ്ധിപ്പിച്ച് ഗ്രോത്തിന് ഒരു സ്റ്റിമുലസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം.
അതുകൊണ്ട് തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു റിലീഫാണ്. 12 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആ ബജറ്റ് ഡിസ്കഷനിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിലീഫ് ഉണ്ടാവും, പക്ഷേ ഇത്രയും ഉണ്ടാവുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഫർദർ റിലീഫ് അതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മളതിനെ വേറൊരു കോണ്ടെക്സ്റ്റിലൂടെ വേണം കാണാൻ. ഇന്ത്യയിലെ പ്രതിശീർഷ വരുമാനം 2,40,000 രൂപയാണ്. അപ്പോൾ 2,40,000 രൂപയാണ് നമ്മുടെ ശരാശരി ഇന്ത്യക്കാരൻ്റെ വാർഷിക വരുമാനം. അതിൻ്റെ 5 മടങ്ങ് വാർഷിക വരുമാനം ഉണ്ടായാലും 12 ലക്ഷം രൂപ വരുമാനം ഉണ്ടായാലും നിങ്ങൾക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്നത് വേറെ രാജ്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഈ അനുപാതം വളരെ ഫേവറബിളാണ് ഇന്ത്യക്ക്. ഇത്തരത്തിലുള്ള ഒരു ഫേവറബിൾ അനുപാതം കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 12 lakh എക്സംഷൻ ലിമിറ്റ് എന്നുള്ളത് ഫർദർ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തുലവും വിരളമാണ്. പക്ഷേ ടാക്സ് ചില സ്ലാബുകളിലും റേറ്റിലും ചെറുതായിട്ടുള്ള ട്യൂക്കിംഗ് ഒരു പക്ഷേ ഉണ്ടായേക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരു കൂടുതൽ അതുകൊണ്ടൊരു ഡിസ്പോസിബിൾ ഇൻകത്തിൽ വർധനവ് ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. അവിടെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 22 ഫൈനാൻഷ്യൽ ഇയർ 22 മുതൽക്ക് 24 വരെയുള്ള പീരീഡിൽ ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ്സിൻ്റെ കുടുംബങ്ങളുടെ കടബാധ്യത ഡബിൾ ചെയ്തു, മോർ ദാൻ ഡബിൾ ചെയ്തു. 9 ലക്ഷം കോടി രൂപയായിരുന്നു ഹൗസ് ഹോൾഡ് ലയബിലിറ്റി. അത് 18 ലക്ഷം കോടിയിലധികമായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ആ പീരീഡിലുണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ചയും കൺസംഷൻ ഗ്രോത്തും കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോത്തും സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോത്തും ഒക്കെ തന്നെ ഇറ്റ് വാസ് പാർട്ട്ലി ഫൈനാൻസ് ത്രൂ ബോറോയിങ്സ്. അപ്പം നമ്മുടെ പൊതുവെ ഒരു ഇക്കോണമിസ്റ്റുകളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു റേഷ്യോ ഉണ്ട്. ഹൗസ് ഹോൾഡ് ലയബിലിറ്റി ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഹൗസ് ഹോൾഡ് സേവിങ്സ്. അത് ലോങ് ടേം ട്രെൻഡ് ഇന്ത്യയിൽ 25% ഇപ്പോൾ 33%. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഇത്ര വലിയൊരു റിലീഫ് ഇൻകം ടാക്സ് കൊടുത്തെങ്കിലും തന്നെ അത് മുഴുവൻ കൺസംഷനിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തില്ല. അതിനുള്ള കാരണം ദിസ് ഹയർ ഡിസ്പോസിബിൾ ഇൻകം വാസ് യൂസ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫർദർ ഇൻകം ടാക്സ് റിലീഫ് which will lead to higher disposable income, which will further lead to increase in consumption. അതിൻ്റെ ഒരു കോസ്റ്റ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ശരിക്കും വർക്ക് ചെയ്തോളണമെന്നില്ല. ഒരു നോർമലായിട്ടുള്ള ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് അനുകൂലമായ എന്തെല്ലാം പ്രഖ്യാപനങ്ങളായിരിക്കും ബജറ്റിൽ ഉണ്ടാവുക? അത് കേരള ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ ഇലക്ഷൻ റിസൾട്ടിൻ്റെയൊക്കെ തന്നെ കോണ്ടെക്സ്റ്റിൽ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ടൊക്കെ തന്നെ പല പ്രഖ്യാപനങ്ങളുണ്ടാവാം. പ്രധാനമായിട്ടും തിരുവനന്തപുരം കണ്ണൂർ ഒരു സ്പീഡ് റെയിൽവേ, ഹൈ സ്പീഡ് റെയിൽവേ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഒരു ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു സിൽവർ ലൈൻ, അതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസും അങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ DMRൻ്റെ ഒരു ഓഫീസ് തന്നെ ശ്രീധരൻ്റെ സ്ഥലമായിട്ടുള്ള പൊന്നാനിയിൽ ഓപ്പൺ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അതുമായി സംബന്ധിച്ച് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കാം. അത് ഉണ്ടാവുകയാണെങ്കിൽ കേരള ബേസ്ഡ് സ്റ്റോക്സ് ഒന്നും തന്നെ അതിൻ്റെ വലിയ ബെനിഫിഷ്യറീസ് ആവാനുള്ള സാധ്യതയില്ല. റെയിൽവേ സ്റ്റോക്സിലൊക്കെയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം കാണാനുള്ള ഒരു സാധ്യത. ഇപ്പോൾ കേരള സ്റ്റോക്സിനെ കുറിച്ച് അഭിലാഷ് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചപ്പോൾ കേരളത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പല കേരള ബേസ്ഡ് കമ്പനികളിലെയും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. കുറേ അൺലിസ്റ്റഡ് കമ്പനികളിൽ വരുന്നുണ്ട്. അതിലൊന്ന് ശ്രദ്ധിക്കാം ഏതൊക്കെയാണ് ഭാവിയിൽ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നൊക്കെ തന്നെ. ലിസ്റ്റഡ് കമ്പനികളിലൊക്കെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്കിൽ ബ്ലാക്ക് റോക്കിൻ്റെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനുശേഷം തന്നെ സ്റ്റോക്ക് പ്രൈസ് കയറുകയും ചെയ്തു, നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. മാത്രമല്ല റിസൾട്ട്സ് ഓൾസോ ആർ വെരി ഗുഡ്. അതുപോലെ തന്നെ മണപ്പുറത്ത് ബെയിൻ ക്യാപിറ്റലിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇതൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യേണ്ട കേരള കമ്പനീസ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി മേഖലകളിൽ കേന്ദ്ര സർക്കാർ വലിയ നിക്ഷേപമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തവണ ബജറ്റിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഈ സെക്ടറിൽ നിക്ഷേപകർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
കഴിഞ്ഞ 2 വർഷമായിട്ട് തന്നെ സർക്കാരിൻ്റെ ബജറ്റിൽ ഡിഫൻസിന് വലിയൊരു ഫോക്കസാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള നമ്മുടെ അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉള്ള കോണ്ടെക്സ്റ്റിൽ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ഡിഫൻസ് ഏരിയയിലുണ്ടാവും. ഈ വർഷവും ഡിഫൻസിന് ഒരു വലിയ ഒരു ഇൻക്രീസ് ഇൻ അലോക്കേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം തർക്ക വിഷയമല്ല, ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ ഇന്ത്യയിലത്തെ ലീഡിങ് ഡിഫൻസ് കമ്പനീസ് പലതും PSU കമ്പനീസ് തന്നെ ജോയിൻറ്റ് സെക്ടറിലുള്ളതാണ്. അതൊക്കെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്സാണ്. പലതും കൂടുതൽ ഡൈവെസ്റ്റ്മെൻറ്റ്സിനൊക്കെ സാധ്യതയുള്ളതാണ്. അതിന് കൂടാതെ പ്രൈവറ്റ് സെക്ടറിലുള്ള ഡിഫൻസ് സ്റ്റോക്സും ഉണ്ട്. ഇതിൽ വസ്തുതയിൽ മാർക്കറ്റിന് അറിയാം, 2 വർഷം മുമ്പ് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻസൊക്കെ വളരെ പ്രകടമായിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് സംതിങ് വിച്ച് ദ മാർക്കറ്റ് നോസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസ് പലതും, അതുപോലെ തന്നെ HAL പോലെയുള്ള കമ്പനീസ്, ഇതൊക്കെ തന്നെ നേരത്തെ തന്നെ റിയാക്ട് ചെയ്തു. ഈ ഒരു കമ്മിങ് ന്യൂസിനോട് റിയാക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസസൊക്കെ, പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ബുൾ റാലി, അതിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യുവേഷൻസൊക്കെ തന്നെ കുറച്ച് ഹയർ വാല്യുവേഷൻസ്, എലവേറ്റഡ് വാല്യുവേഷൻസിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഡിഫൻസിന് കൂടുതൽ അലോക്കേഷൻസ് ഉണ്ടാവാം. പക്ഷെ അതിൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലും അതെ. ഇൻഫ്രാസ്ട്രക്ചറിൽ കഴിഞ്ഞൊരു 3 വർഷത്തിലെ വർഷത്തിൽ ഇന്ത്യയിൽ ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടായത് തന്നെ ഗവൺമെൻറ്റിൻ്റെ മാസീവ് പബ്ലിക് കാപ്പെക്സ് കാരണമാണ്. ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായത്. ഗവൺമെൻറ് വാസ് ഡൂയിങ് ദ ഹെവി ലിഫ്റ്റിംഗ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. കാരണം പ്രൈവറ്റ് കാപ്പെക്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ ചെറുതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് പ്രൈവറ്റ് കാപ്പെക്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചില മേഖലകളിൽ റിന്യൂവബിൾസിൻ്റെ മേഖലയിൽ വലിയ പ്രൈവറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ മേഖലയിലുള്ളത്. അതുപോലെ തന്നെ റെയിൽവേസിൽ വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്. റോഡ്സ് ആൻഡ് പോർട്സിൽ വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കഴിഞ്ഞ 2 വർഷങ്ങളിലുണ്ടായ രീതിയിൽ തന്നെ ഉള്ള ഒരു ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. പക്ഷേ 2024 ബജറ്റിലൊക്കെ ഉണ്ടായ രീതിയിലുള്ള ഒരു വലിയ ഒരു കുതിച്ചുചാട്ടം പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്, അതിന് മാത്രം ഗവൺമെൻറ്റിന് റിസോഴ്സസ് ഇല്ല എന്നുള്ളൊരു കൺസ്ട്രെയിൻറ്റും കൂടെയുണ്ട്. എങ്കിലും ദിസ് ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ വിൽ കണ്ടിന്യൂ. ബാങ്കിങ് സെക്ടറിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? കൂടുതൽ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ബാങ്കിങ് സെക്ടറിൽ പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യത ഈ ബജറ്റിൽ താങ്കൾ കാണുന്നുണ്ട്? ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ്റെ ഒരു ആവശ്യകത ഇപ്പോൾ ഇല്ല. കാരണം ബാങ്ക്സ് ആർ വെരി വെൽ ക്യാപിറ്റലൈസ്ഡ്. ബോത്ത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ വെരി വെൽ ക്യാപിറ്റലൈസ്ഡ്. ക്യാപിറ്റൽ ആഡിക്വസി നോംസ് അനുസരിച്ച് എന്താണോ മാനദണ്ഡങ്ങൾ വേണ്ടത് അതിനേക്കാളും ഉയർന്ന ക്യാപിറ്റൽ ആഡിക്വസി പബ്ലിക് സെക്ടർ ബാങ്ക്സിനുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പോളിസി, ഈ ബാങ്കിങ് പോളിസി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ടു ഹാവ് സം 4, 5 or 6 ലാർജ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അപ്പോൾ കുറച്ചുകൂടെ വീക്കർ ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ഉദാഹരണത്തിന് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ഈ ബാങ്കുകളെയൊക്കെ തന്നെ ഓൾറെഡി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ബാലൻസ് ഷീറ്റുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, ഈ വക ബാങ്കുകൾ, കാനറ ബാങ്ക്, ഈ ബാങ്കുകളിൽ ലയിപ്പിക്കുക. അങ്ങനെ ഒരു 4, 5, 6 ലാർജ് ബിഗ് ബാങ്ക്സ്, അതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അതാണ് ശരിയായിട്ടുള്ള ഒരു പോളിസി. അത് തന്നെയാണ്. കാരണം ബാങ്കുകൾ ചെറിയ ബാങ്കുകളല്ല ലോകത്തിലുള്ള ഇന്നത്തെ ഡോമിനൻറ്റ് ട്രെൻഡ്. സ്മോൾ നമ്പർ ഓഫ് ലാർജ് ബാങ്ക്സ്, നോട്ട് ലാർജ് നമ്പർ ഓഫ് സ്മോൾ ബാങ്ക്സ്. അതായിരുന്നു നമുക്ക് ബാങ്ക് നാഷണലൈസേഷൻ്റെ വിഷയം ഉണ്ടായിട്ടുള്ളത്. ലാർജ് നമ്പർ ഓഫ് സ്മോൾ ബാങ്ക്സ്. പക്ഷേ ഇന്നത്തെ ബാങ്കുകൾക്ക് വികസനം ഉണ്ടാവണമെങ്കിൽ ഒന്ന് വലിയ ക്യാപിറ്റൽ വേണം. കാരണം മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെക്നോളജി ഈസ് റിക്വയർഡ്. ടെക്നോളജി ഈസ് ഡ്രൈവിങ് ബാങ്ക്സ് നൗ. അപ്പോൾ വലിയ ടെക്നോളജി സ്പെൻഡിങ് ആവശ്യമാണ്. പിന്നെ റിസ്ക് മിനിമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്പറേഷണൽ ലെവറേജ്, ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാം. ഈ മെർജറിലൂടെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാം.
റിസ്ക് ആപ്പറ്റൈറ്റ് വർദ്ധിപ്പിക്കാം, വലിയ ലോണുകൾ കൊടുക്കും. വലിയ ലോണുകൾ കൊടുക്കാം. അപ്പോൾ ഒരു മെർജർ ഉണ്ടാവുന്ന സമയത്ത് ലാർജ് ബാങ്ക്സ് ആകുമ്പോൾ ഹൈ ക്യാപിറ്റൽ അഡിക്വസി ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ റിസ്ക് എക്സ്പോഷർ വിൽ ഓൾസോ ഇൻക്രീസ്. അതാണ്. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ ഏതൊക്കെ വീക്ക് ബാങ്ക്സ് ഏതൊക്കെ ലാർജ് ബാങ്ക്സിലേക്കാണ് ലയിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള വിശദാംശങ്ങൾ ഇനി ആയിട്ടില്ല. പക്ഷെ ഓൾറെഡി നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞൊരു വർഷത്തിൽ തന്നെ അതനുസരിച്ച് വാസ്തവത്തിൽ 2025 ബെസ്റ്റ് പെർഫോമിങ് ഇൻഡെക്സ് വാസ് PSU ബാങ്ക്സ്, ബെസ്റ്റ് പെർഫോമിങ് ഇൻഡെക്സ്. അല്ല, കാരണം PSU ബാങ്ക്സ് ഇപ്പോഴത്തെ നമ്മൾ ഉയർന്ന വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ലാർജ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇതൊക്കെ തന്നെ ലോങ് ടേം അവരുടെ വാല്യുവേഷൻസിനേക്കാളും സ്വല്പം കുറവാണ്. ഒരു മോർ ദാൻ 1 പ്രൈസ് ടു ബുക്ക് ഉള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫെയർ വാല്യുവേഷൻസ് ആണ്. പക്ഷേ ഹിസ്റ്റോറിക്കലി പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ മാർക്കറ്റ് വാല്യുവേഷൻസ് കുറവാണ്. കാരണം പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിരുന്നു വലിയ വെൽത്ത് ക്രിയേറ്റേഴ്സ്. കോട്ടക് ബാങ്ക്, പിന്നെ HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇവരത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെൽത്ത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ഓൾവേസ് ഡിസ്കൗണ്ട്സ് ദ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് അറ്റ് എ മച്ച് ഹയർ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ. സോ ഇതാണ് ഒരു ട്രെൻഡ്. ദിസ് ട്രെൻഡ് ഈസ് ഓൾറെഡി നോൺ ടു ദ മാർക്കറ്റ്. F&O ട്രേഡിങ്ങിനുള്ള നികുതി വർദ്ധിപ്പിച്ചത് വലിയ തോതിൽ ട്രേഡർമാരെ ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ വരുത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? F&Oനെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. F&O ട്രേഡ്സ് റീറ്റെയിൽ ട്രേഡേഴ്സിന് നഷ്ടക്കച്ചവടമാണ്. 2 കൊല്ലം മുമ്പ് വന്നിട്ടുള്ള സെബീൻ്റെ റിപ്പോർട്ട്, അതിനെക്കുറിച്ച് തന്നെ നമ്മളൊരു വീഡിയോ അതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ചിട്ട് 2-3 വീഡിയോ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് അല്ല, ആദ്യത്തെ വീഡിയോ ചെയ്തത് F&O ട്രേഡ് ചെയ്തതെന്ന് പറഞ്ഞത് ഈ സെബി റിപ്പോർട്ട് വരുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പാണ്. കാരണം ദിസ് ഈസ് എ ലൂസിങ് പ്രപ്പോസിഷൻ. അപ്പോൾ സെബി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ അവർ ഓൾ ഇന്ത്യ ഡേറ്റ വെച്ചിട്ട് പറഞ്ഞത് 92% ട്രേഡേഴ്സിനും കാശ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വലിയ കാശ് ഉണ്ടാക്കുന്നത് അൽഗോരിതമിക് ട്രേഡിംഗ് ചെയ്യുന്ന ലാർജ് പ്ലെയേഴ്സ്, പെർട്ടിക്കുലർലി FIIs and a few domestic investors, institutional investors. അപ്പോൾ 92% റീറ്റെയിൽ ട്രേഡേഴ്സിന് കാശ് നഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഇടത്തരം ചെറിയ വരുമാന ആൾക്കാരാണ് ഇതിനകത്ത് പോയിട്ട് കാശ് കളയുന്നത്. അത് ഒഴിവാക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് റെഗുലേറ്ററിൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ടാക്സ് വർധനയും പിന്നെ മാർജിൻസിനെ സംബന്ധിച്ചിട്ടുള്ള ചില പുതിയ റെസ്ട്രിക്ഷൻസൊക്കെ തന്നെ ഞാൻ പേഴ്സണലി അനുകൂലമാണ്. കാരണം സെബീൻ്റെ ഈ ഒരു റെസ്ട്രിക്ഷൻസ് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു 30 കൊല്ലം മുമ്പുള്ള കാര്യം പറയാം. ട്രേഡിങ്ങിലൂടെ, സ്പെക്കുലേഷനിലൂടെ അല്ല വെൽത്ത് ക്രിയേഷൻ ഉണ്ടാകുന്നത്. അത് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കണം. ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ സംഭവിക്കുന്നത് നല്ല സ്റ്റോക്സ് വാങ്ങി ദീർഘകാലത്തേക്ക് റിമൈനിങ് ഇൻവെസ്റ്റഡ് ഫോർ ദ ലോങ് ടേം, 1 വർഷം 2 വർഷം 3 വർഷം അല്ല, 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷമൊക്കെ തന്നെ റിമൈനിങ് ഇൻവെസ്റ്റഡ് ഇൻ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ്. അതാണ് വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കുന്നത്, അല്ലാതെ ഈ ട്രേഡിങ്ങും സ്പെക്കുലേഷനും അല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ F&O ട്രേഡിങ്ങിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള റെഗുലേറ്ററിൻ്റെ ഇൻ്റർവെൻഷനെയും പേഴ്സണലി ഐ സപ്പോർട്ട് ദാറ്റ്. പക്ഷേ വ്യക്തികൾക്ക് തീരുമാനിക്കാം. കാരണം ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള അഭിരുചികളുണ്ടാവും. ഡേ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, F&O ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വേറെ കമ്മോഡിറ്റീസിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓരോരുത്തർക്കും അവനവൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ആപ്പറ്റൈറ്റൊക്കെ നോക്കിയിട്ട് അതിൽ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാം. ബട്ട് സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ഈസ് ഇൻജൂറിയസ് ടു ദ ഫൈനാൻഷ്യൽ ഹെൽത്ത് of retail traders and investors. Thank you, sir. Thank you very much. Thank you, Rash.